Good morning, dear students. Welcome to a new class of chemistry. So today we are going to discuss a new chapter, that is environmental chemistry. You are familiar with environmental chemistry and this is a very simple chapter. So let's start. Yes, what is mean by environmental chemistry? That is, it is a branch of chemistry that deals with the study of chemical phenomenon occupying in the atmosphere. അതായത് നമ്മൾ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്താണ്, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ്, നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന കെമിക്കൽ ഫിനോമിനൻസിൻ്റെ ഒരു ടോട്ടൽ സ്റ്റഡി, അതിനെക്കുറിച്ചുള്ളൊരു ബ്രാഞ്ചാണ് എന്തെന്ന് പറയുന്നത്, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. യു ആർ ഓൾസോ ഫെമിലിയർ വിത്ത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ അവർ സറൗണ്ടിങ്സ് ദാറ്റ് കോസസ് എ ലോട്ട് ഓഫ് ഹാംഫുൾ എഫക്ട്സ്. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന ആവശ്യമില്ലാത്ത മാറ്റങ്ങൾ, അതായത് അനാവശ്യമായിട്ട് നടക്കുന്ന നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത രീതിയിലുള്ള ചില ചേഞ്ചസ് ആണ്. അത് ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് വിളിക്കാം. ദ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ അൺഡിസൈറബിൾ ആൻഡ് കോസ് എ ലോട്ട് ഓഫ് ഹാം ആർ കോൾഡ് പൊല്യൂട്ടൻസ്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്തതും ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ നെക്സ്റ്റ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷനിൽ വരുന്ന ഒരു വിഭാഗമാണ് ഏത്, അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദർ ആർ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ആൻഡ് ദ ലോവർ ലെയർ ഓർ റീജൺ ഇൻ വിച്ച് വി ലീവ് നോൺ ആസ് ട്രോപ്പോസ്ഫിയർ. അല്ലേ, ഒരുപാട് ലെയേഴ്സ് അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ നമ്മൾ താമസിക്കുന്ന എന്താ പറയുക, ഏറ്റവും താഴത്തെയുള്ള ലെയറാണ് ഇത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ട്രോപ്പോസ്ഫിയർ കണ്ടെയ്ൻസ് എയർ, വാട്ടർ, വേപ്പർ, ക്ലൗഡ്സ്, ഡസ്റ്റ് എക്സെട്ര. ഇൻ ദിസ് ലെയർ ദ ക്ലൗഡ് ഫോർമേഷൻ ടേക്സ് പ്ലേസ്. ഇവിടെയാണ് എന്തൊക്കെയുള്ളത്, എയറും വാട്ടറും വേപ്പറും ഡസ്റ്റും ക്ലൗഡ്സും ഒക്കെ ഉള്ളത്. അതേപോലെ തന്നെ ക്ലൗഡ് ഫോർമേഷൻ നടക്കുന്നതും ഈ ലെയറിൽ തന്നെയാണ്. അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ ഈസ് മെയിൻലി കോസ്ഡ് ഇൻ ട്രോപ്പോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിലും ട്രോപ്പോസ്ഫിയറിലുമായിട്ടാണ് ഈ അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ നടക്കുന്നത്. The protective layer, that is ozone, which is found in stratosphere, is adversely affected by pollutants, and this layer is very important to us as it prevents the entry of UV rays which otherwise can cause a lot of diseases. നമുക്കറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ തൊട്ട് മുകളിലായി കാണപ്പെടുന്ന സ്ട്രാറ്റോസ്ഫിയർ എന്ന ലെയറിൽ എന്താണ്, ഒരു ബ്ലാങ്കറ്റ് പോലെ നമ്മളെ കവർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, അല്ലെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അല്ലേ, സണ്ണിൽ നിന്നുള്ള വളരെ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേസിനെ എർത്തിലേക്ക് എത്തുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നത് ഈ ഓസോൺ ലെയർ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലേ, ആൻഡ് പിന്നെന്താണ്, ഈ ഓസോൺ ലെയർ കാരണം, അതായത് ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട്, അതായത് ഈ റേസ് നമ്മുടെ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സ്കിൻ ക്യാൻസർ പോലെയുള്ള ലോട്ട് ഓഫ് ഡിസീസസ് ഉണ്ടാകും എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ദ മേജർ കോസസ് ഓഫ് പൊല്യൂഷൻ. പൊല്യൂഷൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫാസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ വളരെയധികം വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് റാപ്പിഡ് അർബനൈസേഷൻ, അല്ലേ, അർബൻ ഏരിയാസ് വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വില്ലേജ് ഒക്കെ കൺവേർട്ട് ചെയ്ത് എന്തായി മാറിയിരിക്കുകയാണ്, അർബനായി മാറിയിരിക്കുക. അപ്പോൾ അർബൻ ഏരിയാസ് കൂടുന്നതനുസരിച്ച് പൊല്യൂഷനും കൂടും. ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായികവൽക്കരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെ ഉപയോഗം. ദെൻ ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ്. അപ്പോൾ പൊല്യൂട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പൊല്യൂട്ടൻസിനെ നമുക്ക് അവരുടെ നേച്ചർ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റിയുടെ ബേസിൽ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദി ക്ലാസിഫിക്കേഷൻ ഓഫ് പൊല്യൂട്ടൻ്റ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ഒറിജിൻ. പൊല്യൂട്ടൻ്റ് എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, പ്രൈമറി ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻ്റ്. Primary pollutants are those which after their formation enter the environment and remain as such. പ്രൈമറി പൊല്യൂട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അവരുണ്ടായതിനു ശേഷം, എൻവയോൺമെൻറ്റിൽ അവരുണ്ടായതിനു ശേഷം അവർക്കൊരു മാറ്റവുമില്ല, അവരെങ്ങനെയാണോ ഫോം ചെയ്തത് ആ രൂപത്തിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പ്രൈമറി പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയാൽ നൈട്രജൻ ആൻഡ് ഓക്സിജൻ ഗ്യാസ് ബിക്കം എ പൊല്യൂട്ടൻ്റ് ഇഫ് ഇൻ എക്സസ് എമൗണ്ട് ആർ ലെഡ് ടു ഹാംഫുൾ എഫക്ട് ലൈക്ക് കോസ് ഓഫ് ആസിഡ് റെയിൻ എക്സെട്ര. ഓക്സിജനും നൈട്രജനും ഒക്കെ നമുക്ക് ഇന്നവിറ്റബിൾ ആയിട്ടുള്ളതാണ്, പക്ഷേ അത് ഏതാണെങ്കിലും എക്സസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതൊരു പൊല്യൂട്ടൻ്റ് ആയിട്ട് മാറും. എന്ന് പറഞ്ഞ പോലെ ഓക്സിജനും നൈട്രജനും ഒക്കെ ഫോം ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് അളവിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ അത് ഉണ്ടെങ്കിൽ അത് ആസിഡ് റെയിൻ പോലെയുള്ള
ഫിനോമിന ഉണ്ടാക്കാൻ കാരണമാകും. അപ്പോൾ അതൊരു പൊല്യൂട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിച്ചത്? നൈട്രജനും ഓക്സിജനും ഒക്കെ ഉണ്ടായത് ഏത് ഫോമിലാണോ ആ ഫോമിൽ തന്നെയാണ് അത് പൊല്യൂട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അല്ലാതെ അതിനൊരു കൺവേർഷനോ ട്രാൻസ്ഫോർമേഷനോ ഒന്നും തന്നെ നടക്കുന്നില്ല. അങ്ങനത്തെ പൊല്യൂട്ടൻസിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി പൊല്യൂട്ടൻറ്റ്. ഓക്കെ, ദെൻ സെക്കൻഡറി പൊല്യൂട്ടൻറ്റ്. ദീസ് ആർ ഹാർംഫുൾ മെറ്റീരിയൽ ദാറ്റ് ആർ ഫോംഡ് ബൈ കെമിക്കൽ റിയാക്ഷൻസ് ബിറ്റ്വീൻ പ്രൈമറി പൊല്യൂട്ടൻസ് ഇൻ അറ്റ്മോസ്ഫിയർ ഓർ ഹൈഡ്രോസ്ഫിയർ. അപ്പോൾ മറ്റൊരു ലെയറാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഹൈഡ്രോസ്ഫിയർ അറ്റ്മോസ്ഫിയറിൻ്റെ മറ്റൊരു പേരാണ്. ബിക്കോസ് എന്താണ്, വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രൈമറി പൊല്യൂട്ടൻറ്റിന് തന്നെ വീണ്ടും കെമിക്കൽ റിയാക്ഷൻ നടന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന പൊല്യൂട്ടൻറ്റിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ, ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ റിയാക്ട് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ടു ഫോം കോമ്പൗണ്ട്സ് ലൈക്ക് PAN. So PAN is secondary pollutant as it is formed by reaction between primary pollutants. So secondary pollutant എന്ന് പറയുന്നത് പ്രൈമറി പൊല്യൂട്ടൻസിന് കെമിക്കൽ റിയാക്ഷൻ നടന്നുണ്ടാവുന്നതാണ് സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ പാൻ. അതായത് പാൻ എന്ന് പറഞ്ഞാൽ പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ആണ്. ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ അത് സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? നൈട്രജൻ്റെ ഓക്സൈഡ്സും ഹൈഡ്രോ കാർബൺസും ഒക്കെ റിയാക്ട് ചെയ്തുണ്ടാകുന്ന ഒരാളായതുകൊണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് സെക്കൻഡറി പൊല്യൂട്ടൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ. ദെൻ another classification of pollutant on the basis of their degradation. ഡീഗ്രേഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും പൊല്യൂട്ടൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ബയോഡീഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡീഗ്രേഡബിൾ. ഓക്കെ, biodegradable are materials that are decomposed by microorganisms either by themselves or by microorganisms. എന്താണ്? ഡീഗ്രേഡ് ചെയ്തു പോകുന്നു അല്ലേ? നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് വഴി എന്ത് ചെയ്യുന്നു? അവർ ഡീകമ്പോസ് ചെയ്ത് പോകുന്നവരെ നമുക്ക് എന്ത് വിളിക്കാം? ബയോഡീഗ്രേഡബിൾ എന്ന് വിളിക്കാം. ഡൊമസ്റ്റിക് സീവേജ്, കൗഡങ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. നോൺ ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ ആർ നോട്ട് ഡീകമ്പോസ്ഡ് ബൈ ഐദർ ബൈ ഇറ്റ് സെൽഫ് ഓർ ബൈ മൈക്രോ ഓർഗാനിസം ആൻഡ് their presence in environment leads to pollution. They may be a raw material or for producing other toxic substances. അപ്പോൾ എന്താണ്? സ്വന്തമായിട്ട് ഡീകമ്പോസിഷൻ നടക്കാത്തതോ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് വഴി ഒന്നും ഡീകമ്പോസിഷൻ നടക്കാത്ത പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ നോൺ ബയോഡീഗ്രേഡബിൾ എന്ന് പറയുന്നത്. അവരുടെ പ്രസൻസ് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാക്കും. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ പ്രൊഡ്യൂസ് വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസ് തന്നെ നോൺ ബയോഡീഗ്രേഡബിൾ ആയിരിക്കും. അപ്പോൾ അവർ തന്നെ ഒരു പൊല്യൂട്ടൻ്റ് ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. എക്സാമ്പിളായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്സിനെ പറയാൻ പറ്റും. മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. ഇനി നമ്മളിപ്പോൾ പൊല്യൂട്ടൻറ്റിൻ്റെ ടൈപ്സ് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പൊല്യൂഷൻ്റെ ടൈപ്സ് പറയാൻ പോവാണ്. ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഡിപ്പെൻഡിങ് ഓൺ ദി സബ്സ്റ്റൻസ് ഓർ ദി റിസോഴ്സ് ദാറ്റ് ഈസ് കണ്ടാമിനേറ്റഡ്. ഏത് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏത് റിസോഴ്സ് ആണോ കണ്ടാമിനേറ്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പൊല്യൂഷനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് എയർ പൊല്യൂഷൻ, ദെൻ വാട്ടർ പൊല്യൂഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സോയിൽ പൊല്യൂഷൻ. സോ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ നേച്ചർ ഓഫ് പൊല്യൂട്ടൻറ്റ്. ഇനി അടുത്തത് പൊല്യൂട്ടൻറ്റിൻ്റെ നേച്ചറിനെ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്ലാസ്റ്റിക്, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, കെമിക്കൽസ്, acid rain, greenhouse effect, thermal pollution, smog and many more. Okay, then air pollution. ഈ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ എന്ന് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് അല്ലേ? ദി കണ്ടാമിനേഷൻ ഓഫ് എയർ വിത്ത് ഹാംഫുൾ ആൻഡ് അൺഡിസൈറബിൾ സബ്സ്റ്റൻസസ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദെൻ സോഴ്സസ് ഓഫ് പൊല്യൂട്ടൻസ്. പൊല്യൂട്ടൻസ് എവിടെ നിന്നൊക്കെ ഉണ്ടാകാം? ദാറ്റ് ഈസ് നാച്ചുറൽ സോഴ്സസും ഉണ്ട്, ആർട്ടിഫിഷ്യൽ സോഴ്സസും ഉണ്ട് അല്ലേ? നാച്ചുറൽ ലൈക്ക് വോൾക്കാനിക് ഇറപ്ഷൻ, പോളൻ ഗ്രെയിൻസ്, ഫോറസ്റ്റ് ഫയർ ഒക്കെ നാച്ചുറലി നമ്മൾ ആരും ഒന്നും ചെയ്യാതെ തന്നെ നാച്ചുറലി ഉണ്ടാകുന്നതാണ് അങ്ങനത്തെ പൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ദെൻ മാൻമെയ്ഡ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോസൽ ഫ്യൂവൽ ബേൺ ചെയ്യുന്നു, പിന്നെന്താണ് ഓട്ടോമൊബൈൽസിൽ ഫ്യൂവൽസ് കമ്പസ്റ്റൻ നടത്തുന്നു, അതേപോലെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്, ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിലൂടെ, വാർസ് നടക്കുന്നതിലൂടെ, അങ്ങനെയൊക്കെ. ദി അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ പറഞ്ഞല്ലോ, ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ഒക്കെ കണ്ടാമിനേറ്റ് ചെയ്യാനത് കാരണമാകും. ട്രോപ്പോസ്ഫിയർ പൊല്യൂട്ട് ചെയ്യുന്നതിനുള്ള പൊല്യൂട്ടഡ് ആവുന്നതിൻ്റെ റീസൺ ആരൊക്കെയാണ്? ഗേഷ്യസ് പൊല്യൂട്ടൻസ് ലൈക്ക് കാർബൺ, സൾഫർ ഒക്കെ ഉണ്ടെങ്കിൽ ട്രോപ്പോസ്ഫിയർ പൊല്യൂഷൻ നടക്കും. ഇനി പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അതാണ് ഡസ്റ്റ്, മിസ്റ്റ്, സ്മോഗ് എന്നൊക്കെ പറയുന്നത്, പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്.
Then there are 5 major pollutants of troposphere are like carbon dioxide, carbon monoxide, etc. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഒരു 5 പ്രധാനപ്പെട്ട പൊല്യൂട്ടൻസ് ഉണ്ട്. അതിൽ 2 എണ്ണമാണ് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡ് എന്നൊക്കെ പറയുന്നത്. ഇനി കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ കളർലെസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്, ഓർഡർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ എയർ ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് വഴി എയറിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ഗ്യാസ് ആണ്. ഏതാണ്? ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ്. ഇന്ധനങ്ങൾ പൂർണ്ണമായി കത്തിയില്ല എങ്കിൽ അവിടെ എന്താണ്? പൂർണ്ണമായി കത്തിയാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, കത്തിയില്ല എങ്കിൽ ഉണ്ടാവുന്നത് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. ആൻഡ് ഫോറസ്റ്റ് ഫയർസ് അല്ലേ, കാട്ടുതീ, അതിലൂടെ ഉണ്ടാകാം. ദെൻ ഡിസോസിയേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ or natural sources like conversion of methane to carbon monoxide, form decay of chlorophyll, etc. എന്താണ്? നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടും. മീഥേനെ നമുക്ക് നാച്ചുറലി അതെന്തായി മാറും? കാർബൺ മോണോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുണ്ട്. അതേപോലെ ക്ലോറോഫില്ലിൻ്റെ ഡീകെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചില ഒക്കേഷൻസിൽ എന്ത് കാർബൺ മോണോക്സൈഡിൻ്റെ റിലീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദോ ദി കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് സ്റ്റിൽ ഇറ്റ്സ് ലെവൽ ഡു നോട്ട് റൈസ് ഇൻ അറ്റ്മോസ്ഫിയർ ബിക്കോസ് ഓഫ് കൺവേർഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ദി ബാക്ടീരിയ പ്രസന്റ് ഇൻ സോയിൽ. സോ വി ക്യാൻ സേ microorganisms act as a sink for carbon monoxide, but their sink is not available in urban areas due to less soil. എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള ചില ആക്ടിവിറ്റീസ് മൂലം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ കാർബൺ മോണോക്സൈഡിന് അധിക നേരം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. ബിക്കോസ് സോയിലുള്ള പ്രദേശങ്ങളിൽ, നല്ല സോയിൽ, നമ്മൾ എന്താ പറയുക, വില്ലേജ് ആയിട്ടുള്ള റൂറൽ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നല്ല സോയിലുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള മൈക്രോ ഓർഗാനിസംസ് വളരെ വേഗം അവരുടെ ആക്ഷൻ മൂലം ഈ കാർബൺ മോണോക്സൈഡിനെ നേരെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറ്റുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അധിക നേരം ആ കാർബൺ മോണോക്സൈഡിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ അർബൻ ഏരിയാസിൽ കമ്പാരിറ്റീവ്ലി സോയിലിൻ്റെ അളവ് കുറവായതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഒരു കൺവേർഷൻ അവിടെ നടക്കില്ല. അവിടെയാണ്, അതുകൊണ്ടാണ് പൊല്യൂഷൻ കൂടുതലാണെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ. ക്ലിയർ ആയല്ലോ? ദെൻ എഫക്റ്റ് ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ എഫക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ പോയിസണസ് ഗ്യാസ്. ഇഫ് ഇൻഹെയിൽഡ് ക്യാൻ കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം ഡിഫക്റ്റീവ് ടൈപ്പ് ഓഫ് കോംപ്ലക്സ് that can lead to suffocation and also death. Therefore it is a fatal gas. നമുക്കറിയാം എന്താ, കാർബൺ മോണോക്സൈഡ് ഒരു പോയിസണസ് ഗ്യാസ് ആണ്. അത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് അത് കമ്പൈൻ ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്നൊരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യും. ഈ കാർബോക്സി ഹീമോഗ്ലോബിനെ ഒരിക്കലും നമുക്ക് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മുടെ ലങ്സിൽ ചെന്നിട്ട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും, ബ്രീത്തിങ് പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാക്കും, ഡെത്തിന് വരെ അത് കാരണമാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈവൻ സ്മോക്ക് ചെയ്താൽ ഇത് തന്നെയാണ് നടക്കുന്നത്. നോർമലി നമ്മുടെ ഓക്സിജൻ ആണല്ലോ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന ഗ്യാസ്. അപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ എന്നൊരു കോംപ്ലക്സ് ആണ് ഉണ്ടാവുന്നത്. അതിന് പക്ഷേ ഡിസോസിയേഷൻ നടന്ന് നമ്മളെ ബ്ലഡ് ആ ഓക്സിജനെ എന്ത് ചെയ്യും? അങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. പക്ഷേ അതിന് പകരം ഈ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളുടെ ഉള്ളിലും പോകുന്നത് ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ തന്നെയാണ്. അപ്പോൾ അതാണ് സ്മോക്കിംഗ് ഹാംഫുൾ ആണെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു റീസൺ. ഓക്കെ. Then carbon dioxide, it is released in atmosphere due to burning, respiration, etc. Burning ചെയ്യുന്നതിലൂടെ, നമ്മൾ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നതിലൂടെയും റെസ്പിറേഷൻ നടത്തുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ് ആണല്ലോ. അതുവഴിയൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യപ്പെടാം. എക്സസ് ഓഫ് ഇറ്റ് ഈസ് റിമൂവ്ഡ് ബൈ പ്ലാന്റ്സ് ആസ് ദേ യൂട്ടിലൈസ് ഇറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. ഹൗവർ ഇൻക്രീസ്ഡ് ഇൻ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ലെഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഫോട്ടോസിന്തസിസിന് എന്ത് ആവശ്യമാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. സോ നമ്മൾ റിലീസ് ഈ രീതിയിൽ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് വേണ്ടി അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും എമൗണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ബാലൻസ് ചെയ്ത് പോകുന്നത്. പക്ഷേ എന്താണ്, അതാണ് നമ്മൾ പറയുന്നത്, ഡിഫോറസ്റ്റേഷൻ ഒക്കെ നടക്കുമ്പോൾ എന്ത് പറ്റും? യെസ്, ഈ ഒരു ലെവൽ അങ്ങ് ആ ഒരു ഇംബാലൻസ് അവിടെ ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള ഫിനോമിനാസ് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും. യെസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അതിൻ്റെ ഒരു പാർട്ടാണ് ഗ്ലോബൽ വാർമിംഗ്. എന്താണെന്ന് നോക്കാം. ഗ്ലോബൽ വാർമിംഗ് ഈസ് ഇൻക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് സർട്ടൻ ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, എക്സെട്ര ഇൻ എയർ ഡ്യൂ ടു വിച്ച് ഇൻഫ്രാറെഡ് റേസ് ഗെറ്റ് ട്രാപ്ഡ് ഇൻ ഇറ്റ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഓവറോൾ ടെമ്പറേച്ചർ ഓഫ് എർത്ത്. ഗ്ലോബൽ വാർമിംഗ് ഈ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ മുതലായ ഗ്യാസുകളുടെ എമൗണ്ട് നമ്മുടെ
അറ്റ്മോസ്ഫിയറിൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും, ശരിക്കും ഇൻഫ്രാറെഡ് റേസിനെ ട്രാപ്പ് ചെയ്യുന്നതിലൂടെയാണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ടോട്ടലി ടെമ്പറേച്ചറിൻ്റെ അളവ് കൂടും. നമ്മളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ സീസണൽ ചേഞ്ചസ്, അതായത് നോർമലി നടക്കേണ്ട ഒരു സീസണൽ ചേഞ്ചസ് ഇല്ല. നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമിതമായ ചൂട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ദെൻ next, the rays that come from the sun consist of visible light, IR rays and UV rays. Out of these, only infrared rays and visible light reaches Earth's surface. On reaching Earth, the infrared rays are reflected back as a portion of it is absorbed by Earth's surface. The reflected ones, when passes through Earth atmosphere, get trapped inside the gas molecule. As we know, it leads to heating effect. Therefore, the overall temperature of Earth's surface rises. One of the reason for global warming is greenhouse effect. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു സണ്ണിനകത്തുനിന്ന് വരുന്ന റേസ്, വിസിബിൾ ലൈറ്റ് വരാം, ഇൻഫ്രാറെഡ് വരാം, യു വി റേസ് ഒക്കെ വരാം. അപ്പോൾ അതിനകത്തിൽ യു വി റേസിനെ അത് ഓസോൺ ലെയർ തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് അത് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം ബാക്കി വിസിബിൾ ലൈറ്റും ഇൻഫ്രാറെഡ് റേസും നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ എത്തുന്നുണ്ട്. എന്നിട്ട് ഇവർ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും. പക്ഷെ കുറച്ച് ഭാഗം മാത്രം, ആ തിരിച്ചു പോകുന്നതിൻ്റെ കുറച്ച് ഭാഗം നമ്മുടെ എർത്ത് സർഫസ് എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഇവർ ഈ റിഫ്ലക്റ്റ് ചെയ്ത് പോയത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു പോകുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ മീഥൈനും ഒക്കെ എർത്ത് അറ്റ്മോസ്ഫിയറിൽ അളവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചു പോകുന്ന ഗ്യാസിനെ അവർ ട്രാപ്പ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെയും അതേപോലെ തന്നെ മീഥൈനെയൊക്കെ ട്രാപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഹീറ്റിംഗ് എഫക്റ്റ് നന്നായിട്ട് ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ എർത്ത് സർഫസിൽ ഓവറോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് ഏതെന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻ വിന്റേഴ്സ് ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ടു keep plants in greenhouses only. The roof allows infrared rays to enter, but after reflection they are not allowed to go back. As a result, they get trapped inside the greenhouse and growth of plants is stimulated because optimum temperature is achieved inside the greenhouse. അതായത് ഈ ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ വളർത്തുന്ന ചെടികളെ നമ്മൾ ഈ പറഞ്ഞ പോലെ കോൾഡ് റീജിയൻസിലൊക്കെ വളർത്താൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ വിൻ്റർ സമയത്തൊക്കെ ഗ്രീൻ ഹൗസിൽ ചെടികളെ വളർത്തും. ഒരു ഗ്ലാസ് വെച്ച് റൂഫും സൈഡ് വാളും എല്ലാം ഗ്ലാസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് ആക്ച്വലി ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ അത് നമ്മൾ റൂഫിൽ വെക്കും. അപ്പോൾ എന്ത് പറ്റും, ഇൻഫ്രാറെഡ് റേസ് വരുമല്ലോ, വന്നിട്ട് ഈ ഗ്ലാസിനുള്ളിലേക്ക് അത് വരും. പക്ഷേ റിഫ്ലക്ഷന് ശേഷം അതിനൊരിക്കലും ഈ ഗ്ലാസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അത് അതിനുള്ളിൽ ട്രാപ്പായി പോകും. മനസ്സിലായോ? അങ്ങനെ ട്രാപ്പ് ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഈ പറഞ്ഞ പോലെ ഹീറ്റ് അതിനുള്ളിൽ കിട്ടും. അപ്പോൾ ഈ ചെടിക്ക് വളരാൻ പാകത്തിനുള്ള ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ അതിൽ കിട്ടും, അത് വളരും. പക്ഷേ അപ്പോൾ ഹീറ്റിൻ്റെ അളവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് നയിക്കും. അതാണ് പറഞ്ഞത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു റീസൺ ആണെന്ന് പറയാനുള്ള കാര്യം ഇതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ. മറ്റൊരു പൊല്യൂട്ടൻ്റ് ആണ്. They are produced by burning of sulfur containing fossil fuels. This sulfur dioxide can cause respiratory problems like asthma, emphysema, irritation to eyes, redness in eyes, etc. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൾഫർ അടങ്ങിയിട്ടുള്ള ഫോസിൽ ഫ്യൂവലിനെ ബേൺ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് സൾഫറിൻ്റെ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നത്. ഒരുപാട് റെസ്പിറേറ്ററി ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ട് കാരണമാകും, കണ്ണിനും പ്രശ്നമാണ്. അതേപോലെ ദെൻ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നത് ലൈറ്റ്നിങ് സ്ട്രൈക്സ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് ആൻഡ് ഓൾസോ ഡ്യൂ ടു ബേണിംഗ് ഓഫ് ഫ്യൂവൽസ്. നമുക്കറിയാം ലൈറ്റ്നിങ്ങിലൂടെ നൈട്രജൻ ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികൾക്ക് അതൊരു ബൂണാണെന്ന് നമ്മൾ പറയും. ലൈറ്റ്നിങ് ഇസ് എ ബൂൺ ടു പ്ലാന്റ്സ് എന്ന് പറയും. ബിക്കോസ് ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഗ്യാസ് അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്, നൈട്രജൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ലൈറ്റ്നിങ് സ്ട്രൈക്കിലൂടെ എന്തുണ്ടാകാം, നൈട്രജൻ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നതിലൂടെയൊക്കെ നൈട്രജനും അതിൻ്റെ ഓക്സൈഡുകളും ഉണ്ടാവുന്നുണ്ട്. അതും നമ്മുടെ എന്താ പറയുക, ഇറിറ്റേഷൻ, നമ്മുടെ കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ പ്ലാന്റ്സിന് ഡാമേജ് ഉണ്ടാക്കും. അതേപോലെ ഫോട്ടോസിന്തസിസിൻ്റെ അളവിനെ അത് ഇല്ലാതാക്കും, കുറയ്ക്കും. അതുപോലെ ഒരുപാട് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സും ഉണ്ടാക്കും. ദെൻ ബോത്ത് സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ് ആർ കോസസ് ഓഫ് ആസിഡ് റെയിൻ. ആസിഡ് റെയിനിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഈ രണ്ട് ഓക്സൈഡ്സും. ഓക്കെ, ദെൻ ആസിഡ് റെയിൻ, it is one of the major causes of causing
ക്യാൻസർ ഉണ്ടാവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ആസിഡ് റെയിൻ. ഇറ്റ് ഈസ് ഫോംഡ് വെൻ റെയിൻ വാട്ടർ മിക്സസ് വിത്ത് പൊല്യൂട്ടൻസ് പ്രസന്റ് ഇൻ എയർ. നമ്മുടെ എയറിലുള്ള ഈ പറഞ്ഞ പൊല്യൂട്ടൻസുമായിട്ട് റെയിൻ വാട്ടർ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിനോമിനനാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ദീസ് പൊല്യൂട്ടൻസ് ആർ മെയിൻലി നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് എമിറ്റഡ് ഇൻ ദ എക്സ്ഹോസ്റ്റ് ഓഫ് വെഹിക്കിൾസ്. ഓട്ടോമൊബൈൽസിന്റെ എക്സ്ഹോസ്റ്റിലൂടെയാണല്ലോ സൾഫർ ഡയോക്സൈഡ് ആണെങ്കിലും നൈട്രജൻ ഡയോക്സൈഡും ഒക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ നൈട്രജൻ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും ഒക്കെ ആയിട്ട് ഡിസോൾവ് ചെയ്യും, റെയിൻ വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് അത് ആസിഡ് റെയിൻ ആയിട്ട് മാറുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഡേഞ്ചർ. ദെൻ when rain falls, these gases combine and following reaction takes place. കണ്ടോ, മഴ പെയ്യുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലുള്ള സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും. കണ്ടോ, സൾഫർ ഡയോക്സൈഡ് കമ്പൈൻ ചെയ്തപ്പോൾ സൾഫ്യൂരിക് ആസിഡും നൈട്രജൻ ഡയോക്സൈഡ് കമ്പൈൻ ചെയ്തപ്പോൾ നൈട്രിക് ആസിഡും ഫോം ചെയ്തു. As a result, rainwater no longer remains only pure water, it becomes acidic. അപ്പോൾ ആസിഡിന്റെ അളവ് അതിൽ കൂടി. ആസിഡിന്റെ അളവ് കൂടിയപ്പോൾ നോർമലി ഉള്ള വാട്ടറിന്റെ pH 7 ആണ്, അതിൽ നിന്ന് അത് കുറയാൻ തുടങ്ങി. pH കുറയുമ്പോൾ അത് അസിഡിക് ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്ത് ആസിഡ് റെയിൻ എന്ന ഫോമിലേക്ക് മാറുന്നത്. ആൻഡ് ഹാംഫുൾ എഫക്റ്റ് എന്താണ്? ഇറ്റ് കോസസ് ക്യാൻസർ. ദെൻ ഇറ്റ് കമ്പൈൻസ് വിത്ത് മാർബിൾ ആൻഡ് ഡിറ്റീറേറ്റ്സ് ദി മാർബിൾ. മാർബിളുമായി കമ്പൈൻ ചെയ്തിട്ട് എന്ത് പറ്റും? കാർബണേറ്റ് ആണ് ഈ മാർബിൾ എന്നൊക്കെ പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും, അപ്പോൾ അത് നശിച്ചു പോകും. ദെൻ ഇറ്റ് അഫക്ട്സ് pH ഓഫ് ദി സോയിൽ. ക്യാപിറ്റൽ H ആണ് കേട്ടോ. pH ഓഫ് സോയിൽ ആൻഡ് മേക്സ് ഇറ്റ് അൺഫിറ്റ് ഫോർ ഗ്രോയിങ് പ്ലാന്റ്സ്. മണ്ണിലെ pHനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ മണ്ണിന്റെ pHനൊക്കെ, മണ്ണിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട് ചെടിക്ക് വളരാനുള്ള, ആ സ്ട്രക്ചറിനെയൊക്കെ അത് മോശമായിട്ട് അഫക്റ്റ് ചെയ്താൽ ചെടികൾക്ക് അത് വളരാൻ സാധിക്കാതെ വരും. ദെൻ ഇറ്റ് അഫക്ട്സ് അക്വാട്ടിക് ലൈഫ് ടു, അല്ലെ, മറൈൻ ഓർഗാനിസത്തിനെയും അത് ബാധിക്കും. Next one is hydrocarbons, next pollutant. They are produced due to combustion of fuels and are actually carcinogenic that causes cancer. They also harm plants as they cause aging in plants, shedding of leaves, etc. എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ ഫ്യൂവൽസിന്റെ കമ്പഷൻ നടത്തുന്നതിലൂടെ ഉണ്ടാവുന്നതാണ് ഹൈഡ്രോ കാർബൺസും. മീഥേൻ എന്ന് പറയുന്നതും ഒരു ഹൈഡ്രോ കാർബൺ ആണല്ലോ. അതും കാർസിനോജനിക് ആണ്. കാർസിനോജനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസർ ഫോർമേഷൻ ഉള്ളതാണ് കാർസിനോജനിക് എന്ന് പറയുന്നത്. അതും ചെടികളെ നശിപ്പിക്കും, അതേപോലെ ചെടികളിൽ ഏജിങ് ഉണ്ടാക്കും, ഇലകളൊക്കെ പൊഴിഞ്ഞു പോകാൻ അത് കാരണമാകും, എക്സെട്ര. Then next one is chlorofluorocarbon, CFC. They are released into the atmosphere from industries. ഇൻഡസ്ട്രീസിലൂടെയാണല്ലോ ഇത് CFC അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നത്. They are actually man-made industrial chemicals used in air conditioners, refrigerators, etc. And their vapors do not remain in lower layer of atmosphere. They move up and causing thinning of ozone. അറിയാം, AC-യിലൂടെയും റെഫ്രിജറേറ്ററിൻ്റെയും ഒക്കെ അമിതമായ യൂസ്, അതിനകത്തിലാണ് കൂടുതലും CFC ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സസ് ഓഫ് യൂസ് കാരണം CFC അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യും. പക്ഷേ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഒരിക്കലും ഈ CFC നിലനിൽക്കില്ല, അത് മുകളിലേക്ക് പോകും. സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോയിട്ട് നമ്മുടെ ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻ ഉണ്ടാക്കാൻ കാരണമാകും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓസോൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇറ്റ് ഈസ് എ മോളിക്യൂൾ കൺസിസ്റ്റിംഗ് ഓഫ് 3 ഓക്സിജൻ ആറ്റം, ദാറ്റ് ഈസ് O3. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഓസോൺ ഈസ് ഫോംഡ് വെൻ UV rays in atmosphere split oxygen atom. Then oxygen molecules split into atoms. Then each atom combined with undissociated molecules of oxygen to form ozone. എന്താ പറയുന്നത്? യെസ്, നമ്മുടെ UV റേസ് ഉണ്ടല്ലോ, അറ്റ്മോസ്ഫിയറിലുള്ള UV റേസ് ഓക്സിജൻ ആറ്റത്തിനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു ഓക്സിജൻ മോളിക്യൂൾ O2 എന്ന് പറയുന്നതാണല്ലോ ഒരു ഓക്സിജൻ മോളിക്യൂൾ, അത് സ്പ്ലിറ്റ് ചെയ്ത് 2 ഓക്സിജൻ ആറ്റമായിട്ടത് മാറി. ആ ഓരോ ആറ്റവും എന്താണ്? അൺഡിസോസിയേറ്റഡ് മോളിക്യൂൾ ഓഫ് ഓക്സിജനുമായിട്ട്, ഇപ്പോൾ ഒരു O2മായിട്ട് ഒരു ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്യുന്നു, O2+O, അതെന്തായി മാറി? O3 ആയിട്ട് മാറി. അങ്ങനെയാണ് ഓസോൺ ഫോർമേഷൻ നടക്കുന്നത്. ഓസോൺ പ്രൊട്ടക്ട് us from UV radiation as it doesn't allow UV radiation to enter earth atmosphere, that is if enter into the earth may harm us in many ways. ഏതൊക്കെ രീതിയിലാണ് അത് ഹാം ചെയ്യുന്നത്? They may raise in the temperature of earth. നമ്മുടെ എർത്തിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കും. ഇറ്റ് മേ കോസ് സ്കിൻ ഡിസോർഡേഴ്സ്, ഐ ഡിസോർഡേഴ്സ്, അങ്ങനെ ഒരുപാട് ഡിസീസസ്, നമുക്ക് സ്കിൻ ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. ദ തിന്നിങ് ഓഫ് ഓസോൺ ലെയർ ബൈ എയർ പൊല്യൂട്ടന്റ് ഈസ് കോൾഡ് ഓസോൺ ഡിപ്ലീഷൻ. ഇപ്പൊ പറഞ്ഞല്ലോ, CFC പോലെയുള്ള പൊല്യൂട്ടൻസ് കാരണം ഓസോണിൽ ഹോൾസ് വീഴുന്നു, അതിന്റെ നാശത്തിന് അത് കാരണമാകും. ആ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഓസോൺ ഡിപ്ലീഷൻ. And for this, some synthetic chemicals are responsible like chlorofluorocarbon that are used in refrigerators, AC, etc. Then ozone hole.
Due to continuous use of certain harmful chemical like CFC etc., they have caused thinning of ozone layer to an extent that a hole is observed in the ozone layer in the region of Antarctica. ഈ പറഞ്ഞ പോലെ ഒരു കാലത്ത് റെഫ്രിജറേറ്ററിലും എ സിയിലും ഒക്കെ CFC പോലെയുള്ള ഗ്യാസുകളുടെ എക്സസ് ആയിട്ടുള്ള യൂസ് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് അറ്റ്മോസ്ഫിയറിൽ നിൽക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മുകളിലേക്ക് ചെന്ന് ഈ ഓസോൺ ലെയറിൽ ഹോൾസ് ഉണ്ടാക്കി. അപ്പോൾ ഈ ഹോൾസ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് അന്റാർട്ടിക്കയിലാണ്. അതാണ് ഓസോൺ ഹോൾ എന്ന പേരിൽ പറയുന്നത്. ദിസ് ഹോൾ ഈസ് നോട്ട് എ ഹോൾ. ആക്ച്വലി we can say it is the extreme thinning in some parts due to extreme reaction takes place with certain harmful chemical that are not stable in upper atmosphere and react with ozone causing its depletion. അപ്പോൾ ഹോൾ എന്ന് നമ്മൾ പറയുമെങ്കിലും അത് ശരിക്കും എന്താ ഒരു കുഞ്ഞു ഒരു ഹോളാണെന്നല്ല, അത് ശരിക്കും ആ ഓസോണിൻ്റെ ഒരുപാട് മേജർ ആയിട്ടുള്ള പാർട്ടിനെ വളരെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്തതാണ്. മനസ്സിലായോ? ശരിക്കും അതിനൊരു ഡിപ്ലീഷൻ ഉണ്ടാക്കി എന്ന് വേണം നമുക്ക് പറയാം. അപ്പോൾ എന്ത് പറ്റും, അവിടെ ശരിക്കും ഒരു ഹോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ UV റേഡിയേഷൻ വളരെ വേഗത്തിൽ ഇവിടെ എത്തും, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തും. Then next is Montreal Protocol. It is agreement made by industrialized nation to freeze the production of CFC and make use of some alternative source. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓസോൺ ഡിപ്ലീഷൻ വളരെ കാര്യമായിട്ട് അനുഭവപ്പെട്ട സമയത്ത് UV റേഡിയേഷൻ ഒക്കെ നമ്മുടെ ഭൂമിയിൽ എത്തിയപ്പോഴാണ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കി. അതിനുശേഷം എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യങ്ങളെല്ലാം എന്താണ് ഈ CFCയുടെ ഉപയോഗം നിർത്തലാക്കി. അങ്ങനെ നിർത്തലാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഉപയോഗം മാത്രമല്ല അതിൻ്റെ പ്രൊഡക്ഷനും നിർത്തലാക്കി. അങ്ങനെയുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഇത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ CFCക്ക് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ചില ഗ്യാസുകളാണ് ഇപ്പോൾ AC റെഫ്രിജറേറ്ററിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോൺട്രിയൽ പ്രോട്ടോക്കോൾ 1987 യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, then now instead of using CFC, HFCs and PFCs are used, that is somehow helping in saving the ozone layer. അപ്പോൾ ഇപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് HFC, PFC എന്ന ഗ്യാസുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. then particulate pollutants, ഞാൻ നേരത്തെ സ്മോക്ക് ഫോഗ് എന്നൊക്കെ പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടായിരുന്നല്ലോ, അതാണ് particulate pollutant എന്ന് പറയുന്നത്. They are minute solid or liquid particles present in air. നമ്മുടെ എയറിൽ അടങ്ങിയിരിക്കുന്ന മൈന്യൂട്ട് സോളിഡ് ഫോം ലിക്വിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെയാണ് ഏത് particulate pollutant എന്ന് പറയുന്നത്. These are released by vehicle exhaust, dust and ashes of hydrocarbons. They may be viable like bacteria etc. and non-viable like ash etc. Viable ആയിട്ടുള്ളതും non-viable ആയിട്ടുള്ളതും ഉണ്ട്. Non-viable particulates-നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം വീണ്ടും according to their nature and size of particles. ഏതൊക്കെയാണ്? First one is smoke. It consists of solid and liquid particles formed during combustion of fuels etc. Fuel combustion നടത്തുന്നതിലൂടെ ഉണ്ടാകുന്ന solid and liquid particles ആണ് smoke എന്ന് പറയുന്നത്. Then dust. It is composed of fine solid particles produced during crushing, grinding of solid particle like sawdust from wood, fly ash from factories etc. നമുക്കറിയാം തടി മില്ലിനകത്തു നിന്നൊക്കെ വരുന്ന പൊടി ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഫാക്ടറീസിൽ നിന്ന് വരുന്ന ഫ്ലൈ ആഷ്, ഇങ്ങനെയുള്ള ചില പാർട്ടിക്കിൾസ് ഇതിനെയൊക്കെ എന്താണ് ക്രഷ് ചെയ്യുന്നതും ഗ്രൈൻഡ് ചെയ്യുന്നതും മൂലം ഉണ്ടാകുന്ന ചില സോളിഡ് പാർട്ടിക്കിൾസ് അടങ്ങിയതാണ് ഡസ്റ്റ്, പൊടി എന്ന് നമ്മൾ മൊത്തത്തിൽ പറയും അല്ലേ. Mist. They are produced by particles of spray liquids and condensation of vapors in air like insecticides etc. അപ്പോൾ ഇൻസെക്ടിസൈഡ്സും അതേപോലെ എയറിനകത്തിലെ ചില വേപ്പറിൻ്റെ ഒക്കെ കണ്ടൻസേഷൻ മൂലം എന്താ പറയുക ലിക്വിഡ് സ്പ്രേ ടൈപ്പ് പാർട്ടിക്കിൾസ് ആണ് ഏതെന്ന് പറയുന്നത് മിസ്റ്റ് എന്ന് പറയുന്നത്. Then fumes. They are obtained by condensation of vapors during sublimation, distillation, boiling etc. like metallic and non-metallic oxides. ഫ്യൂംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലാബിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ HCl ഒക്കെ ഇങ്ങനെ ഫ്യൂംസ് ഒക്കെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായി? അതും ഒരു പുകപടലം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അത് പക്ഷേ ഇങ്ങനത്തെ ചില കെമിക്കൽ റിയാക്ഷൻസിലൂടെ ഉണ്ടാവുന്നതാണ് ഫ്യൂംസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, then the particulate matter harm, but degree of harm depends upon the size of particles. Particulate pollutants bigger than 5 microns can block nasal passage, whereas particle of size micron can even enter lungs. അത് നമ്മുടെ ഈ particulate matter എന്ന് പറയുന്നത് ഹാംഫുൾ ആണ്, പക്ഷെ അത് സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ എഫക്റ്റ് മാറുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 5 മൈക്രോണിനെയൊക്കെ കാളിലും കൂടുതലാണെങ്കിൽ നേസൽ ഓപ്പണിങ്സ് ഒക്കെ അത് ബ്ലോക്ക് ചെയ്യും, ആ പാസേജ് ഒക്കെ. അതേസമയം തീരെ ചെറുതാണെങ്കിൽ അതിന് ലങ്സിൽ വരെ കയറി പോകാനായിട്ടൊക്കെ പറ്റും. മനസ്സിലായി? അപ്പോൾ അതാണ് സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ഈസ് സ്മോഗ്. Smoke is formed by combination of smoke and fog. സ്മോക്കും
ഫോഗും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് സ്മോഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Then a thick fog-like layer in the atmosphere, especially during winters, it is known as smoke and it is made up of smoke and smog. അത് തിക്കായിട്ടുള്ള ഒരു ഫോഗ്, മൂടൽമഞ്ഞ് കിടക്കുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും സ്മോഗ് കണ്ടു കഴിഞ്ഞാൽ. വിന്റേഴ്സ് സമയത്താണ് നമ്മളത് കാണുന്നത് കൂടുതലായിട്ടും. Smoke may contain oxides of nitrogen which combine with other air pollutant and fog to form smoke. സ്മോഗ് അതായത് എന്താണ്, സ്മോക്കിനകത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നൈട്രജന്റെ ഓക്സൈഡുകളൊക്കെ ഉണ്ട്. അത് എന്ത് പറ്റും, എയറിലെ മറ്റ് പൊല്യൂട്ടന്റും ഫോഗുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് സ്മോഗ് എന്ന ഫോമിലേക്ക് അത് മാറുന്നത്. ദിസ് സ്മോഗ് കോസസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് സച്ച് ആസ് ആസ്മ, കഫ്, വീസിങ്. ഇതൊക്കെ കുട്ടികളിൽ കൂടുതലായിട്ടും ഉണ്ടാവാൻ കാരണമാകുന്നു. ഇനി സ്മോഗിനെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ചാപ്റ്റർ. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സ്മോക്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types. The first one is classical smoke and second one is photochemical smoke. And the classical smoke is, it occurs in cool, humid climate. It is a mixture of smoke, fog and sulfur dioxide. Chemically, it is a reducing mixture and so it is also called as a reducing smoke. അപ്പോൾ എന്താണ്, കൂളായിട്ടുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റിലാണ് കൂടുതലായിട്ടും ക്ലാസിക്കൽ സ്മോഗ് ഉണ്ടാവുന്നത്. സ്മോക്ക് അതേപോലെ ഫോഗും സൾഫർ ഡയോക്സൈഡും കൂടെ ചേർന്നതാണ് ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. നോർമലി അതൊരു റെഡ്യൂസിങ് മിക്സ്ചർ ആയതുകൊണ്ട് അയാളെ നമുക്ക് റെഡ്യൂസിങ് സ്മോഗ് എന്നും വിളിക്കാം. ആരാണ്, ക്ലാസിക്കൽ സ്മോഗ്. ദെൻ സ്മോഗ് ആൻഡ് ഫോട്ടോകെമിക്കൽ സ്മോഗ്. ഫോട്ടോകെമിക്കൽ സ്മോഗിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഒക്കേഴ്സ് ഇൻ വാം, ഡ്രൈ ആൻഡ് സണ്ണി ക്ലൈമറ്റ്. കൂൾ ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് നമ്മുടെ ക്ലാസിക്കൽ സ്മോഗ് ഉണ്ടാകുന്നതെങ്കിൽ വാം, ഡ്രൈ ആൻഡ് സണ്ണി ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന സ്മോഗാണ് ഏത്, ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. And it is caused due to hydrocarbons and nitric oxide. When their concentration rises beyond a limit, a chain reaction occurs from their interaction with sunlight in which NO is converted into nitrogen dioxide. എന്താണ്, അപ്പോൾ ഈ ഹൈഡ്രോകാർബണും നൈട്രിക് ഓക്സൈഡിന്റെയും കൂടി റിയാക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. ഒരു പരിധിക്കപ്പുറത്തേക്ക് അയാളുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ ചെയിൻ റിയാക്ഷൻ നടക്കും. സൺലൈറ്റുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് ചെയിൻ റിയാക്ഷൻ ഒക്കെ നടന്ന് അവസാനം നൈട്രജൻ ഡയോക്സൈഡിന്റെ ഫോർമേഷനിലേക്ക് കാരണമാകും. ഈ നൈട്രജൻ ഡയോക്സൈഡ് എന്ത് ചെയ്യും, എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡ് ആയി ബ്രേക്സ് ഇൻറ്റു നൈട്രിക് ഓക്സൈഡ് ആൻഡ് ഫ്രീ ഓക്സിജൻ ആറ്റം. നൈട്രജൻ ഡയോക്സൈഡ് ബ്രേക്ക് ആയിട്ട് നൈട്രിക് ഓക്സൈഡും പിന്നെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഓക്സിജൻ ആറ്റംസ് ആയിട്ട് മാറും. ആൻഡ് ദീസ് ഓക്സിജൻ ആറ്റം വീണ്ടും ഓക്സിജൻ ഗ്യാസുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്ത് ഓസോൺ ഉണ്ടാവും. ആൻഡ് ദിസ് ഓസോൺ, അവിടെ അങ്ങനെ ഉണ്ടാകുന്ന ഓസോൺ എന്ന് പറയുന്നത് ടോക്സിക് ആണ്. ആ ടോക്സിക് ആയിട്ടുള്ള ഓസോൺ എന്ത് ചെയ്യും, അൺബേൺഡ് ആയിട്ടുള്ള കത്തി തീരാത്ത ഹൈഡ്രോ കാർബണുമായിട്ട് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് കെമിക്കൽ ആയിട്ടുള്ള ഫോമാൽഡിഹൈഡ്, അക്രോലിൻ, നേരത്തെ പറഞ്ഞ പാൻ പോലെയുള്ള പൊല്യൂട്ടൻസ് ഉണ്ടാവാനായിട്ട് കാരണമാകും. ആൻഡ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഹാസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ഈസ് ദെയർഫോർ കോൾഡ് ഓക്സിഡൈസിങ് സ്മോഗ്. അപ്പം നമ്മൾ റെഡ്യൂസിങ് മിക്സ്ചർ ആയതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ സ്മോഗിനെ നമ്മൾ റെഡ്യൂസിങ് സ്മോഗ് എന്ന് വിളിച്ചു. ഇയാൾ ഫോട്ടോകെമിക്കൽ സ്മോഗിൽ ധാരാളം ഓക്സിഡൈസിങ് ഏജന്റ് ഉള്ളതുകൊണ്ട് അയാളെ നമ്മൾ ഓക്സിഡൈസിങ് സ്മോഗ് എന്നും വിളിക്കും. സോ ഈ ഡിഫറൻസ് ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ഫോട്ടോകെമിക്കൽ സ്മോഗ്. എന്തൊക്കെ ഹാംഫുൾ എഫക്ട്സ് ആണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാക്കുന്നത്? ഇറ്റ് കോസസ് സീരിയസ് എർത്ത് പ്രോബ്ലംസ്. നമ്മുടെ ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓസോണും പാനും ഒക്കെ ഐ ഇറിറ്റൻ്റ് ആണ് നമ്മുടെ, അല്ലേ? ഓസോൺ ആൻഡ് നൈട്രിക് ഓക്സൈഡ് ഇറിറ്റേറ്റ് നോസ്, ത്രോട്ട്, കോസസ് ഡ്രൈനസ് ഇൻ ത്രോട്ട്, കഫ് ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. The smog leads to cracking of rubber and extensive damage to plant life. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. Then photochemical smoke can be controlled. എങ്ങനെ നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്യാം? Plantation of certain plants like pines etc. can metabolize nitrogen dioxide and catalytic converters which prevent the release of nitrogen dioxide and hydrocarbon should be used in vehicles. അപ്പോൾ പൈൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതേപോലെ തന്നെ എന്താണ് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വെഹിക്കിൾസിൽ നിന്നും നമ്മുടെ എർത്തിലോട്ടുള്ള ഇത്തരം ഗ്യാസുകളുടെ നൈട്രജൻ ഡയോക്സൈഡിൻ്റെ ഒക്കെ റിലീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് ഫോട്ടോകെമിക്കൽ സ്മോഗിനെ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് വാട്ടർ പൊല്യൂഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ വിത്ത് അൺഡിസൈറബിൾ ആൻഡ് ഹാംഫുൾ സബ്സ്റ്റൻസസ്. വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് വഴി, അല്ലേ? അതാണ്. ദെൻ പൊല്യൂട്ടഡ് വാട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ബാഡ് ടേസ്റ്റ് ആണ്, അല്ലേ? ഒഫെൻസീവ് ഓർഡർ, അൺപ്ലസന്റ് ഓർഡർ കളർ, അൺചെക്ഡ് ഗ്രോത്ത് ഓഫ് വീഡ്സ്,
അതേപോലെ തന്നെ ഓയിൽ ഓർ ഗ്രീസ് ഫ്ലോട്ടിംഗ് ഓൺ സർഫസ്, എണ്ണമയം പോലെയൊക്കെ നമുക്ക് അതിനുള്ളിൽ പുറത്ത് കാണാനായിട്ട് സാധിക്കും. ദെൻ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എങ്ങനെയാണ്? Sewage and domestic wastage spread like pathogens. They form the major part of pollutant. വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഏത്? സീവേജ് ആൻഡ് ഡൊമസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത്. They include bacteria etc. that enter into the water bodies. Human excreta usually contain E. coli bacteria, that's Streptococcus bacteria that cause lot of gastrointestinal പ്രോബ്ലംസ്. അപ്പം നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ വഴിയും അതേപോലെ തന്നെ ധാരാളം ഈ പറഞ്ഞ പോലെ വാട്ടർ ബോഡീസിലേക്ക് ബാക്ടീരിയ എൻ്റർ ചെയ്യുന്നത് മൂലവും ഒക്കെ ഒരുപാട് എന്താ പറയുക പൊല്യൂഷൻസ് വാട്ടറിൽ നടന്നിട്ട് അതൊക്കെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ഒക്കെ നമ്മളിൽ ഉണ്ടാക്കാൻ കാരണമാകും. ദെൻ ഓർഗാനിക് വേസ്റ്റ്. It includes leaves, grass, etc. It leads to excessive growth of plants in water bodies. കണ്ടിട്ടില്ലേ, ചില വെള്ളത്തിലൊക്കെ അനാവശ്യമായിട്ട് കുറേ അധികം ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ എന്താണ്? ഓർഗാനിക് വേസ്റ്റുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ വാട്ടർ ബോഡീസിനെ പൊല്യൂട്ട് ആക്കും. The bacteria act on these waste as they are biodegradable. They consume oxygen dissolved in water and this concentration of oxygen is very important for aquatic life. അപ്പോൾ എന്താണ്? നമ്മുടെ വാട്ടർ ബോഡീസിൽ വാട്ടറിൽ ഡിസോൾഡ് ആയിട്ടുള്ള ഓക്സിജൻ ആണ് അക്വാട്ടിക് ഓർഗാനിസം ബ്രീത്ത് ചെയ്യുന്നത്. പക്ഷെ ഇത്തരം പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ വാട്ടർ ബോഡീസിൽ വളർന്നു കഴിഞ്ഞാൽ ബാക്ടീരിയ എന്ത് ചെയ്യും? അവയെ ബയോഡിഗ്രേഡ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ വാട്ടറിൽ ഡിസോൾഡ് ആയിട്ടുള്ള ഓക്സിജനെ ബാക്ടീരിയ ഇങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പോൾ പിന്നെ അക്വാട്ടിക് ലൈഫിന് അവിടെ ഓക്സിജൻ കിട്ടാതെ വരും. മനസ്സിലായോ? അങ്ങനെയും പൊല്യൂഷൻ ഉണ്ടാവും. Both the bacteria aerobic and anaerobic have harmful effect as anaerobic bacteria breaks down the organic matter and result in the formation of chemicals that give foul smell and harmful to human health, whereas aerobic bacteria degrade the organic matter and lower the concentration of oxygen. എന്താണ്? ഇപ്പോൾ എയറോബിക് ബാക്ടീരിയയും ഉണ്ട്, അനേറോബിക്കും ഉണ്ട്. അതായത് പ്രസൻസ് ഓഫ് ഓക്സിജനിലും ആബ്സെൻസ് ഓഫ് ഓക്സിജനിലും വർക്ക് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട്. അത് രണ്ടുപേരും ഹാംഫുൾ ആണ്. അതിൽ അനേറോബിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ചെയ്തിട്ട് അതെന്തുണ്ടാക്കും? ഫൗൾ സ്മെല്ലുള്ള നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ചില എന്താ പറയുക കെമിക്കൽസിനെ ഫോം ചെയ്യാൻ കാരണമാകും. എന്നാൽ എയറോബിക് ആണെങ്കിലോ ഓർഗാനിക് മാറ്ററിനെ ഡീഗ്രേഡ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഓക്സിജന്റെ കോൺസെൻട്രേഷനെ ഡിക്രീസ് ചെയ്യാൻ കാരണമാകും. രണ്ടും ഹാംഫുൾ ആണ്. ഓക്സിജൻ കൺസ്യൂംഡ് ബൈ മൈക്രോ ഓർഗാനിസം ഇൻ ഡീകമ്പോസിംഗ് ദ വേസ്റ്റ് present in certain volume of sample of water is called biochemical oxygen demand or BOD of water. This is another important factor. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണിത്. What is mean by biochemical oxygen demand അല്ലെങ്കിൽ BOD എന്ന് ചോദിക്കും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സാമ്പിൾ ഓഫ് വാട്ടറിനകത്തിൽ ഒരു പർട്ടിക്കുലർ അളവിൽ അടങ്ങിയിരിക്കുന്ന വേസ്റ്റ്, ആ വേസ്റ്റിനെ ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ആ ഓക്സിജനെ കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്. that amount of oxygen is known as biochemical oxygen demand അല്ലെങ്കിൽ BOD of water. It is very important. Okay. Then next one is chemical pollutants. A lot of metals, chemicals etc. are disposed in the water bodies and cause lot of harm. Like metals are very dangerous and we can't excrete them, therefore they can damage kidneys, CNS, central nervous system, liver etc. Petroleum and its products also pollute water. എന്താണ്? കെമിക്കൽ ആയിട്ടുള്ള പൊല്യൂട്ടൻസ്, അതായത് ഒരുപാട് മെറ്റൽസ്, കെമിക്കൽസ് ഒക്കെ ഈ പറഞ്ഞ പോലെ വാട്ടർ ബോഡിയിൽ ഡിസ്പോസ് ചെയ്യപ്പെടുന്നത് മൂലം ഒരുപാട്, അതായത് കുറേ മെർക്കുറി പോലെയുള്ള മെറ്റൽസ് ഒക്കെ ഭയങ്കര ഡേഞ്ചറസും പോയിസണസും ആയിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മുടെ കിഡ്നീസിനെയും സെൻട്രൽ നെർവസ് സിസ്റ്റം, ലിവറിനെയും ഒക്കെ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. അതേപോലെ പെട്രോളിയം ആണെങ്കിലും പെട്രോളിയത്തിൻ്റെ പ്രോഡക്റ്റും ഒക്കെ വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്നതാണ്. The excessive disposal of chemicals in water bodies leads to eutrophication. എന്താണ് യൂട്രോഫിക്കേഷൻ? എന്താണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വാട്ടർ ബോഡീസിൽ അമിതമായിട്ടുള്ള കെമിക്കൽസിന്റെ ഡിസ്പോസലിനെ വിളിക്കുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയും. Eutrophication is a result of excessive disposal of chemicals that leads to excessive growth of algae in water bodies, that is water bloom, and this water bloom result in oxygen depletion and aquatic life suffers a lot due to this effect. അപ്പോൾ യൂട്രോഫിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. ഈ പറഞ്ഞ പോലെ എക്സസീവ് ആയിട്ട് നമ്മുടെ കെമിക്കൽസ് വാട്ടറിനകത്തിൽ വരുന്നതിൻ്റെ ഫലമായിട്ട് ആൽഗെ നമ്മുടെ വാട്ടർ ബോഡീസിൽ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ആൽഗെ ഈ പറഞ്ഞ പോലെ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അക്വാട്ടിക് ലൈഫിന് ഒന്നും തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടൂല. അങ്ങനെ വരുമ്പോൾ അത് അവരുടെ നാശത്തിന് കാരണമാകും, ഓക്സിജൻ ഡിപ്ലീഷന് കാരണമാകും. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് യൂട്രോഫിക്കേഷൻ. Then next one is radioactive discharge.
They enter the water bodies from different sources like nuclear reaction, nuclear test, etc. They emit very harmful radiation. ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ റിയാക്ഷനിലൂടെ തന്നെ ഒരുപാട് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ വാട്ടർ ബോഡീസിലേക്ക് വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വളരെ പോയിസണസ് ആണ്, ഒരുപാട് ഹാർംഫുൾ എഫക്ട്സ് ഉണ്ടാക്കും. Next one is polychlorinated biphenyls. These are used as fluids in transformers, etc. They are resistant to oxidation and when released in atmosphere, they can cause skin disorders. എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫോമേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ആണ് ഈ പറഞ്ഞ പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് എന്ന് പറയുന്നത്. അവർ ഈ പറഞ്ഞ പോലെ ഓക്സിജനെ റെസിസ്റ്റ് ചെയ്യും, അതേപോലെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യപ്പെട്ടാൽ സ്കിൻ ഡിസോർഡേഴ്സ് ഉണ്ടാക്കാൻ കാരണമാകും. നെക്സ്റ്റ് വൺ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. നമ്മളുടെ കുടിവെള്ളത്തിന് കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് ഇങ്ങനെ ഈ സ്റ്റാൻഡേർഡിലുള്ള വാട്ടറാണ് നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുണ്ട്. There are certain substances in water which are essential but only up to certain limits. അതായത് നമ്മുടെ വാട്ടറിൽ ഒരുപാട് സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ട്, പക്ഷേ ചിലതൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. ഫ്ലൂറൈഡ്. Water should be tested for fluoride ion concentration. Its deficiency in water can cause harmful disease like tooth decay, etc. The fluoride ion in water help in enamel of teeth much harder by converting hydroxyl apatite into much harder fluoride apatite. അതായത് നമ്മുടെ പല്ലിൻ്റെ ഒക്കെ ഹാർഡ്നെസ്സിന് അത്യാവശ്യം വേണ്ട ഒരു എലമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഫ്ലൂറൈഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് എന്താ പറയുന്നത്, വാട്ടറിനെ നമ്മൾ ഫ്ലൂറൈഡ് അയൺ കോൺസെൻട്രേഷൻ ടെസ്റ്റിന് വിധേയമാക്കും. അപ്പോൾ ഫ്ലൂറൈഡിൻ്റെ അളവ് മതിയായ രീതിയിൽ നമ്മുടെ വാട്ടറിൽ ഇല്ല എങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ടൂത്ത് ഡീക്കേക്കൊക്കെ കാരണമാകും. അപ്പോൾ അങ്ങനെ ഫ്ലൂറൈഡ് അയൺ നമ്മളുടെ വാട്ടറിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പല്ലിനകത്തിലെ ഇനാമലിനെയൊക്കെ ഹാർഡാക്കാനായിട്ടൊക്കെ അത് സഹായിക്കും. അതിൻ്റെ ഒരു കൺവേർഷനാണ്. എങ്ങനെയാണ് ഇനാമലിനെ അത് ഹാർഡാക്കുന്നത് എന്നുള്ളതാണ്. ഹൈഡ്രോക്സിൽ അപ്പറ്റൈറ്റിനെ എന്താക്കി മാറ്റും? ഫ്ലൂറൈഡ് അപ്പറ്റൈറ്റ്. ഈ ഫ്ലൂറൈഡ് അപ്പറ്റൈറ്റ് എന്ന് പറയുന്നതാണ് ഹാർഡായിട്ടുള്ള ഇനാമൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലെഡ്. ദി പ്രസൻസ് ഓഫ് ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് ലെഡ് കൻ ഹാം കിഡ്നി, ലിവർ ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ലെഡിന്റെ അളവ് നമ്മുടെ വാട്ടറിൽ കൂടുതലാണെങ്കിൽ അത് കിഡ്നി, ലിവറിനെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഈസ് സൾഫേറ്റ്. എക്സസീവ് സൾഫേറ്റ് ക്യാൻ കോസ് ലാക്സേറ്റീവ് എഫക്റ്റ്. ലാക്സേറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ബോഡിയിൽ, അപ്പോൾ അങ്ങനത്തേതാണ് ഈ ലാക്സേറ്റീവ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ സൾഫേറ്റിന്റെ അളവൊക്കെ കൂടുതലാണെങ്കിൽ അത്തരം പ്രോബ്ലംസ് ഒക്കെ, സ്റ്റമക് ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവാൻ കാരണമാകും. ദെൻ നൈട്രേറ്റ്. ദി മാക്സിമം ലിമിറ്റ് ഓഫ് നൈട്രേറ്റ് ഈസ് 50 ppm. എക്സസ് നൈട്രേറ്റ് കോസ് മെത്തമോഗ്ലോബിനീമിയ. അപ്പം മറ്റൊരു എന്താ പറയുക അസുഖമാണ്, മറ്റൊരു ഡിസീസാണ് മെത്തമോഗ്ലോബിനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രേറ്റിൻ്റെ ഒക്കെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ആണ്. Then next pollution is soil pollution. Soil pollution, the contamination of soil with undesirable and harmful substances. സോയിലിനകത്തിൽ ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസുകൾ വരുന്നത് മൂലം ഉണ്ടാകുന്ന പൊല്യൂഷൻ ആണ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. Composition of soil. It contains mineral matter, organic matter, living forms like algae, water, air. ഇതൊക്കെ നമ്മുടെ സോയിലിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. The causes of soil for pollution എന്തൊക്കെയാണ്? Agricultural pollutants. എന്താണ്? Pesticides. They are toxic chemicals. The continuous use of similar pesticides give rise to pests that are resistant to same type of pesticide make their effect ineffective. തുടർച്ചയായിട്ട് ഒരേ ടൈപ്പ് ഓഫ് പെസ്റ്റിസൈഡ് തന്നെ നമ്മൾ സോയിലിൽ അപ്ലൈ ചെയ്താൽ പെസ്റ്റിന് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി പെസ്റ്റിൻ്റെ അളവ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ എക്സസീവ് ആയിട്ട് യൂസ് ഒക്കെ സോയിലിൻ്റെ സ്ട്രക്ചറിനെ തന്നെ ഇല്ലാണ്ടാക്കും. Then these high persistent toxins are transferred from lower level to higher trophic level occur, due to which biomagnification takes place. Therefore, metabolic and physiological disorders, a new series of more biodegradable product called organophosphates and carbamates are introduced in market. But these chemicals cause severe nerve toxins and hence more harmful. അപ്പോൾ ഈ പെസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഓർഗനോഫോസ്ഫേറ്റ്സ്, കാർബമേറ്റ്സ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മളും കൂടി അത് ബ്രീത്ത് ചെയ്യുകയാണ്. അപ്പോൾ അതുവഴി നമ്മുടെ നെർവ് ടോക്സിൻസ്, അതേപോലെ തന്നെ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. These days, herbicides such as sodium chlorate, sodium arsenate and many other are toxic to mammals. These chemicals take few months to decompose. Some herbicides cause birth defect. Then industrial waste. Industrial solid waste is also divided into biodegradable and non-biodegradable. അതിൽ biodegradable എന്ന് പറഞ്ഞാൽ കോട്ടൺ മൈൽസിൽ നിന്നൊക്കെ ജനറേറ്റ് ചെയ്യുന്നതാണ്. Also generated in thermal plants which produce fly ash, integrated iron and steel plants which produce blast furnace slag,
steel melting slag. Slag എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അയണിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ്റെ കേസിൽ പഠിച്ചിട്ടുള്ളതാണ്. Industries manufacturing aluminum, zinc and copper produce mud. Fertilizer industries produce gypsum, hazardous waste like inflammables, composite explosives or highly reactive substances are produced by industries dealing in metals, drugs, chemicals, pharmaceutical dyes, pesticides, rubber, etc. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പല ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിൽ നിന്നും പല രീതിയിലുള്ള വേസ്റ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. സ്ലാഗ് എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന വേസ്റ്റ് ആണ് സ്ലാഗ് എന്ന് പറയുന്നത്. അതേപോലെ സിങ്കിൻ്റെ അലൂമിനിയത്തിൻ്റെ ഒക്കെ മാനുഫാക്ചറിങ്ങിൻ്റെ ഫലമായിട്ട് വേസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് മഡ് എന്ന് പറയുന്നത്. അതേപോലെ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിൽ നിന്നും ജിപ്സം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേമബിൾ, അതായത് കത്തുന്ന രീതിയിലുള്ള വേസ്റ്റുകൾ ഉണ്ടാകും, എക്സ്പ്ലോസീവ്സ് ഉണ്ടാകും, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ മെറ്റൽസിൻ്റെയും ഡ്രഗ്സും കെമിക്കൽസും ഒക്കെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നിന്നും അത്തരത്തിലുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാം. എ ന്യൂ ഇന്നോവേഷൻ ഹാവ് ലെഡ് ടു ഡിഫറെൻറ്റ് യൂസ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ. നവഡേയ്സ് ഫ്ലൈ ആഷ് ആൻഡ് സ്ലാഗ് ഫ്രം സ്റ്റീൽ ഇൻഡസ്ട്രി ആർ യൂട്ടിലൈസ്ഡ് ബൈ സിമെൻറ്റ് ഇൻഡസ്ട്രി. അല്ലേ, ജിപ്സവും ഫ്ലൈ ആഷും സ്ലാഗും ഒക്കെ നമുക്ക് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ എന്താ പറയുക സിമെൻറ്റ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റിനെ വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഇപ്പം നോക്കുന്നുണ്ട്. A large quantity of toxic waste is destroyed by controlled incineration where small quantities are burned along with factory garbage in open bins. ചിലതൊക്കെ നമ്മൾ ഇൻസിനറേറ്റ് ചെയ്യുന്നുണ്ട്, ചിലതൊക്കെ ഗാർബേജിനോടൊപ്പം തന്നെ കത്തിക്കരിഞ്ഞ് പോകുന്നുണ്ട്. Then urban waste. It consists of soil refuse containing garbage and rubbish material like paper, glass, etc. These waste emit poisonous gases, toxic hydrocarbons and microbes that causes diseases. അറിയാവുന്ന കാര്യങ്ങളാണ്. Then radioactive pollutants. Dumping of nuclear waste in soil has greater result in soil pollution. ന്യൂക്ലിയർ വേസ്റ്റിനെ നമ്മൾ മണ്ണിൽ ഇട്ട് കഴിഞ്ഞ് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോയിൽ പൊല്യൂഷന് കാരണമാകും. Then അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെ കൺട്രോൾ ചെയ്യണം ഒക്കെയുള്ള കാര്യങ്ങൾ. ദെൻ കൺട്രോൾ അല്ല, എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ. ദെൻ സ്ട്രാറ്റജീസ് ടു കൺട്രോൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഓർ മെത്തേഡ്സ് ആണ് ഇനി പറയുന്നത്. The improper disposal of waste is one of the major causes of environmental degradation. ഈ പറഞ്ഞ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എല്ലാം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാന റീസൺ ആണ് എന്താണ്, ഇംപ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. അല്ലേ, ദ ടു മെയിൻ സോഴ്സസ് ഓഫ് വേസ്റ്റ് ഈസ് ഹൗസ് ഹോൾഡ് വേസ്റ്റും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റും. ദർ ഷുഡ് ബി പ്രോപ്പർ വേ ഓഫ് കളക്ടിങ് ആൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് വിച്ച് ഈസ് റെഫേർഡ് ആസ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വേസ്റ്റിനെ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുക, അതിനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുക, ബയോഡിഗ്രേഡബിൾ എന്നും നോൺ ബയോഡിഗ്രേഡബിൾ എന്നും ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യണം. അതാണ് പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് വേസ്റ്റ് ഈസ് കളക്റ്റഡ് ഇൻ സ്മോൾ ബിൻസ് which are then transferred to community bin by private or municipal workers. അത് നമുക്കറിയാം. From these bins, these are collected and carried out to disposal site. At the site, garbage is sorted out and separated into bio or non-biodegradable substances. പറഞ്ഞല്ലോ, the non-biodegradable ആണ് പ്ലാസ്റ്റിക്, ഗ്ലാസ് എന്നൊക്കെ പറയുന്നത്. ആർ സെൻഡ് ഫോർ റീസൈക്ലിംഗ്. ദ ബയോഡിഗ്രേഡബിൾ ആകുമ്പോഴത്തേക്കും ലാൻഡ് ഫിൽസിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, കമ്പോസ്റ്റ് ആയിട്ട്, നമുക്ക് മാന്യൂർ ആയിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. All domestic waste should be properly collected and disposed. The poor management causes health problems leading to epidemics due to contamination of groundwater. അല്ലേ, വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പൊല്യൂഷൻ ഉണ്ടാവും, അതുവഴി ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റും ഉണ്ടാവും. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഇപ്പോൾ ഡൊമസ്റ്റിക് വേസ്റ്റിൻ്റെ കേസ് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണെങ്കിൽ ദേ ഷുഡ് ഓൾസോ ബി സോർട്ടഡ് ആസ് ബയോ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ. വി ക്യാൻ മേക്ക് ദം ഹാംലെസ് ബിഫോർ ഡിസ്പോസിങ്. ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്കതിനെ ഹാംലെസ് ആക്കി മാറ്റാം. സം മെത്തേഡ്സ് ദാറ്റ് ആർ എംപ്ലോയിഡ് ആർ ടു മാനേജ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. അതിനാണല്ലോ 3R ഉണ്ട്, 4R ഉണ്ട്. റീയൂസ്, റെഡ്യൂസ് ആൻഡ് റീസൈക്കിൾ. ഇതാണ് 3R മെത്തേഡ് ഫോർ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? It means use lesser natural resources like switch off the electrical. നാച്ചുറൽ റിസോഴ്സസിൻ്റെ യൂസ് കുറയ്ക്കുക എന്നുള്ളത്, അതായത് എന്താ പറയുക, ഒരുപാട് നമ്മൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക. ഈ പറഞ്ഞ പോലെ കെമിക്കൽസിൻ്റെയൊക്കെ യൂസ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്വിച്ച് ഓഫ് ദി ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വെൻ നോട്ട് നീഡഡ്. ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്യുക. എന്താ പറയുക, വണ്ടികളൊക്കെ ഒരുപാട് യൂസ് ചെയ്യാതെ കഴിവതും നടന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്യൂവൽസ് സേവ് ചെയ്യാൻ പറ്റും.
ഫുഡ് വേസ്റ്റ് ചെയ്യാതെ ഫുഡ് സേവ് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ വേസ്റ്റിനെ കൺവേർട്ട് ചെയ്ത് പുതിയ പ്രോഡക്റ്റ് ആയിട്ട് വീണ്ടും റീസൈക്ലിംഗ് നടത്തുക. റീസൈക്ലിങ്ങിലൂടെ നമുക്ക് റിസോഴ്സസിനെ സേവ് ചെയ്യാം, കോസ്റ്റ് സേവ് ചെയ്യാം, അതേപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് പറ്റും. റീയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വസ്തുവിനെ തന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നു അല്ലേ. വി ക്യാൻ അഗെയിൻ യൂസ് ദ യൂസ്ഡ് എൻവലപ്സ്. The containers of jams and pickles are used by storing other things. അത് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നതാണ് അല്ലേ. ക്ലോത്ത് ബാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് പ്ലാസ്റ്റിക്സിന് പകരം ക്ലോത്ത് ബാഗ് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ അല്ലേ. യെസ്, ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ഈസ് emerging branch of chemistry is green chemistry. Green chemistry means producing the chemicals of our daily needs using such reactions or chemicals which are don't use toxic chemicals or emit chemicals in atmosphere. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കെമിക്കൽസിൻ്റെ യൂസൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് ഈ പറഞ്ഞ പൊല്യൂഷൻസിൻ്റെ അളവൊക്കെ പരമാവധി റെഡ്യൂസ് ചെയ്തുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് എന്ത് ചെയ്യുന്നു, കെമിസ്ട്രീനെ കൊണ്ടുപോകുന്നതിൻ്റെ പുതിയൊരു കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിൻ്റെ ടെക്നിക്ക് എന്താണ്? ഇറ്റ് സ്ട്രെസ്സസ് ഓൺ യൂസ് ഓഫ് ഫ്രണ്ട്ലി റിയേജൻറ്റ് ലൈക്ക് സൺലൈറ്റ്, മൈക്രോവേവ്, സൗണ്ട് വേവ്സ് ആൻഡ് എൻസൈം. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിയേജൻസിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവിടുത്തെ ടെക്നിക്ക്. It is the way of thinking in how to utilize the existing knowledge and principles of chemistry and other science to reduce the adverse impact on environment. Green chemistry is a production process that would break about minimal pollution or deterioration to the environment. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മറ്റ് സയൻസിൽ നിന്നൊക്കെ അറിയാവുന്ന രീതിയിൽ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾസ് ഒക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് നമ്മളുടെ എൻവയോൺമെൻറ്റിനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്, അതിനെ എങ്ങനെ ഇല്ലാണ്ടാക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന കെമിസ്ട്രിയാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഈ പറഞ്ഞ പോലെ പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്ത് എൻവയോൺമെൻറ്റിനെ സേവ് ചെയ്യുക എന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളും കൂടി ഗ്രീൻ കെമിസ്ട്രിയിൽ വന്നിട്ടുണ്ട്. The byproduct generated during the process, if not used, add to the environmental pollution such as process is not only environmental unfriendly but also cost ineffective. The waste generation and its disposal both are economical unsound. അത് നമുക്കറിയാം. ഇപ്പം നമ്മൾ ലബോറട്ടറിയിൽ ഒരു വസ്തുവിനെ നമ്മൾ ഉണ്ടാക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമുക്കതിനകത്തുള്ളൊരു റിയേജൻറ്റ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കെമിക്കൽ ആഡ് ചെയ്യണം. അതിൻ്റെ ഏറ്റവും മിനിമം എമൗണ്ട് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ അത് അത്രയും നമ്മൾ പിന്നെ അത് വേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത്രയും അത് പൊല്യൂട്ടൻ്റ് ആയിട്ട് മാറുകയാണ്. പക്ഷേ എത്രത്തോളം നമ്മൾ അതിൻ്റെ അളവ് കുറച്ച് യൂസ് ചെയ്യുന്നോ അത്രത്തോളം പൊല്യൂഷൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ബേസ് ഫോർ റെഡ്യൂസിങ് ദ കെമിക്കൽ ഹസാർഡ്സ് along with the developmental activity that are eco-friendly is green chemistry. In total, it is a cost-effective approach which involves reduction in materials, energy consumption and waste. ശരിക്കും ഒരു 12 പ്രിൻസിപ്പിൾസ് തന്നെ ഗ്രീൻ കെമിസ്ട്രിയിലുണ്ട്. അത് ഓരോന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഗ്രീൻ കെമിസ്ട്രി എന്നുള്ളൊരു ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രം മതി. യെസ്, സോ ഇത്രയുമാണ് നമ്മളുടെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും ലെങ്ത് വളരെ കുറവുമുള്ള, മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ പക്ഷേ എന്ന് കരുതി അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പാടില്ല. നമ്മൾ പഠിച്ച ധാരാളം കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. പ്ലസ് 2-3 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ന്യൂ ആയിട്ടുള്ളതുമുണ്ട്. സോ എല്ലാം അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസിൽ മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.